Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Onion Curry and the 9 Times Table by Priya A.S., MDC BA Languages, 3rd semester, Calcutta University. Summary of Onion Curry and the 9 Times Table. It is a short story revolves around Janu, a bright young schoolgirl, and her mother, single parent, who narrates the story. Onion Curry and the 9 Times ടേബിൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ സെൻട്രൽ ക്യാരക്ടറാണ് ജാനു, ഒരു യങ് സ്കൂൾ ഗേളാണ്. പിന്നെ അവളുടെ അമ്മയാണ്, അമ്മ സിംഗിൾ പാരൻ്റാണ്. അവരാണ് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് എ യങ് ഗേൾ സ്ട്രഗിൾസ് വിത്ത് ഹർ ഫാമിലീസ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വിച്ച് കോൺട്രാസ്റ്റ് വിത്ത് ഹർ അംബീഷ്യസ് ഡ്രീംസ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ് ഇതിൽ പറയുന്നത്. ഒരു ഭാഗത്ത് അവളുടെ ഫാമിലിയിൽ ഉള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, അതായത് ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥ, ഡെയിലി ലൈഫിൽ വരുന്ന പണത്തിൻ്റെ അപര്യാപ്തത, മറുവശത്ത് അവളുടെ അംബീഷൻ, അവളുടെ ഡ്രീംസ്. ദ സ്റ്റോറി സെറ്റ് ഇൻ എ മോഡസ്റ്റ് ഹൗസ് ഹോൾഡ് വർ പോവർട്ടി ഇസ് ആൻ എവറിഡേ റിയാലിറ്റി. അപ്പോൾ ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ ഒരു വീട്ടിലാണ്. അവിടെ പോവർട്ടിയാണ് അവരുടെ എവറിഡേ റിയാലിറ്റി എന്ന് പറയുന്നത്. The title itself, Onion Curry and the 9 Times Table, symbolizes the contrast between material scarcity and intellectual aspiration. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഓണിയൻ കറി ആൻഡ് ദ 9 Times Table എന്നുള്ളതാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത്, അതായത് മെറ്റീരിയൽ സ്കാർസിറ്റി, ആ വീട്ടിൽ പോവർട്ടിയാണ്, അവിടെ പണത്തിൻ്റെ അപര്യാപ്തത ഉണ്ട്, ഫിനാൻഷ്യലി അവർ ഡൗൺ ആണ്. അതൊരു വശത്ത്, അതിൻ്റെ എതിർവശത്ത് ഈ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ആസ്പിരേഷൻ, ഈ കുട്ടിയുടെ ഡ്രീംസ്, ആസ്പിരേഷൻ. Onion curry represents their humble food, a simple dish made from what is affordable. അപ്പോൾ ഓണിയൻ കറി റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ഹമ്പിളായിട്ടുള്ള ഫുഡാണ്, അതായത് സാധാരണ അവർ കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഓണിയൻ കറി എന്ന് പറയുന്നത്, ഉള്ളിക്കറി എന്ന് പറയുന്നത്. 9 Times Table stands for Janu's studies, her schooling, and her hopes for a brighter future. 9 Times Table എന്തിനാന്ന് വെച്ചാൽ ജാനുവിൻ്റെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. അതായത് ആദ്യത്തെ ഡ്രീം ഏൺ ചെയ്യുക എന്നുള്ളതാണ്, പണം കണ്ടെത്തുക. അവളുടെ സ്റ്റഡീസ്, സ്കൂളിങ്, അതുപോലെ അവളുടെ പ്രതീക്ഷകൾ ഒക്കെ ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ, നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകൾ. Janu, about 9 or 10, is constantly worried about money despite being an excellent student. ജാനു നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ്, എന്നാലും അവൾ വെറീഡായിരിക്കുന്നത് മണിയാണ് അവളുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ടുള്ളത്. അതായത് വീട്ടിലെ ദാരിദ്ര്യമാണ്, അത് കണ്ടാണ് അവൾ വളരുന്നത്. അവൾ വിചാരിക്കുന്നത് പണം ഉണ്ടായാൽ എല്ലാമായി എന്നുള്ളതാണ് ഒരു വശത്ത് അവളുടെ ഡ്രീംസും ആസ്പിറേഷൻസും. She knows that only a job will allow her to live comfortably and beautifully, and she fears what would happen if her mother became ill, or if a sudden expense like a marriage gift or a gas stove repair arose. അപ്പോൾ അവൾക്കറിയാം, ഒരു ജോലി കിട്ടിയാൽ മാത്രമേ അവരുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുപോലെ അവൾക്ക് പേടിയുണ്ട്, അമ്മക്ക് എന്തെങ്കിലും രോഗം സംഭവിച്ചാൽ എന്തു ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്നൊരു അധിക ചിലവ് വന്നാൽ, അതായത് ഒരു മാരേജ് ഗിഫ്റ്റ് നൽകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ റിപ്പയറിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പണം കണ്ടെത്തും. To solve her family's money problems, Janu gets an ambitious idea, starting a cow dung powder factory. അപ്പോൾ അവളുടെ ഫാമിലിയിൽ മണി പ്രോബ്ലംസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള ഐഡിയാസ് അവളുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റാർട്ടിങ് എ കൗ പൗഡർ ഫാക്ടറി, അതായത് ചാണക പൗഡർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങുക എന്നുള്ളത്. She learns from a school science club that cow dung powder makes manure shear, a type of green leaf vegetables grow lusciously red and it's not readily available. അപ്പോൾ അവൾ പഠിച്ചിട്ടുണ്ട്, സ്കൂൾ സയൻസ് ക്ലബ്ബിൽ അവിടെ പഠിച്ചിട്ടുണ്ട് കൗ ഡങ് പൗഡർ ഉണ്ടാക്കുന്നത്, അതായത് ചാണകപ്പൊടി ഉണ്ടാക്കുന്നത് ഒരു മാന്യൂർ ഷീർ, അതായത് ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾ, അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് റെഡ് കളറായിട്ട് ആണ് ഇത് വളരുന്നത്, പക്ഷെ അത് അത്ര അവൈലബിൾ അല്ല എന്നുള്ളതൊക്കെ അവൾ ലേൺ ചെയ്തിട്ടുണ്ട്. ഷി ബിലീവ്സ് ദർ ഈസ് എ ഹ്യൂജ് മാർക്കറ്റ് ആൻഡ് ദേ വിൽ മേക്ക് ഹീപ്സ് ഓഫ് മണി. അവൾ വിശ്വസിക്കുന്നത് ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്, അവരാണ് കൂനകണക്കിന് പണം
അവരുടെ കയ്യിലുണ്ട്, അവരാണ് ഉണ്ടാക്കുന്നത് ഈ പണം. ഷീ ഈവൻ കാൽക്കുലേറ്റ്സ് ദ പ്രോഫിറ്റ്, ബട്ട് ഹർ മദർ പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ജാനുസ് കാൽക്കുലേഷൻ ഓഫ് 9 times 9 ഇസ് റോങ്, ഷോയിങ് ഹർ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അവളുടെ ലാഭത്തെക്കുറിച്ചിട്ട് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ അമ്മ പറയും ജാനുവിൻ്റെ കാൽക്കുലേഷൻ ഒരിക്കലും ശരിയല്ല, 9 times 9 എന്ന് പറയുന്നത് തെറ്റാണ്. ഇതൊക്കെ അവളുടെ ഇന്നസെൻസിനെയാണ്, എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്. ജാനുസ് അതർ ബിഗ് ഡ്രീം ഈസ് ടു മേക്ക് എ മൂവി കോൾ ഫാൻറ്റസ്മിൻഡ. പിന്നീട് അവളുടെ ഒരു ബിഗ് ഡ്രീം എന്ന് പറയുന്നത് ഒരു മൂവി മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് ഫാൻറ്റസ്മിൻഡ എന്ന് പറയുന്നത്. ഷീ ബിലീവ്സ് ദിസ് ഈസ് മച്ച് ബെറ്റർ ദാൻ എ റെഗുലർ ജോബ് ലൈക്ക് വൺ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഓർ ദ കൗഡങ് ബിസിനസ്. അപ്പോൾ അവൾ വിശ്വസിക്കുന്നത് ഒരു റെഗുലർ ജോബ്, അതായത് ഇപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു കൗഡങ് ബിസിനസ്, അതായത് ഈ ചാണകപ്പൊടി നിർമ്മിക്കുന്ന, പശുവിൻ്റെ ചാണകപ്പൊടി നിർമ്മിക്കുന്ന ബിസിനസ്സോ, ഇതൊക്കെ ഇതിലൊക്കെ ഇതിനേക്കാളൊക്കെ ബെറ്ററാണ് ഒരു മൂവി മേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഫാൻറ്റസ്മിൻഡ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി മേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. She has a detailed plot, including a Delhi-based heroine, Deepak Pillai, and a Bollywood-style grandfather, and she plans to sing the song The Tree for Play. അപ്പോൾ അവളുടെ കയ്യിൽ ഈ ഒരു മൂവി നിർമ്മിക്കുന്നതിന് ഒരുപാട് അവളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്. ഒരു ഡീറ്റെയിൽ ആയിട്ട് പ്ലോട്ട് അവളുടെ കയ്യിലുണ്ട്. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഹീറോയിൻ ദീപക് പിള്ളയാണ് അവളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഗ്രാൻഡ് ഫാദറിൻ്റെ, അതുപോലെ അവളുടെ കയ്യിലൊരു പാട്ടുണ്ട്, ദ ട്രീ ഫോർ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കൂടിയുണ്ട്. അത് പാടുന്നതും അവളാണെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. Her plans are a mix of childish fantasy and a desire for fame and fortune, with the idea that by making a movie they can save money on clothes and lead a grand life. അപ്പോൾ അവളുടെ പ്ലാൻസ് മിക്സഡ് ആണ്. അവളുടെ ഉള്ളിലൊരു ചൈൽഡിഷ് ഫാൻറ്റസി ഉണ്ട്, അതുപോലെ ഒരു ഡിസൈർ ഫോർ ഫെയിം, അതായത് അവൾക്ക് ഫെയിം ആവണം, അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അവളുടെ ഉള്ളിൽ. അതിനൊക്കെയാണ് അവൾ സിനിമ നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ പണം സേവ് ചെയ്ത് നല്ല ക്ലോത്ത്സ് വാങ്ങണം, നല്ല ഗ്രാൻഡ് റിച്ച് ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെയാണ് അവൾക്കുള്ളത്. The mother is working hard and making sacrifices like hiring a less skilled painter to save money on painting their house after Janu staying the old paint. അങ്ങനെ മദർ ഹാർഡ് വർക്ക് ചെയ്യാണ്. അതുപോലെ അമ്മ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അവളുടെ സ്റ്റഡീസ് നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ അവൾ ചെയ്തൊരു സാക്രിഫൈസ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ പെയിൻറ്റൊക്കെ ആകെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. ജാനു കുട്ടിയായിരുന്ന സമയത്തൊക്കെ വരച്ച് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. ആ വീട് പെയിൻറ്റ് ചെയ്തു. ചെറിയൊരു പെയിൻറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാശും കൂടെ സേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ പെയിൻറ്റർ വെക്കാതെ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്തു. She notices how Janu's innocent wishes like choosing a certain light blue paint don't always align with the family's reality. അവൾ പിന്നീട് നോട്ടീസ് ചെയ്തു, ജാനുവിൻ്റെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വിഷായിരുന്നു ഒരു ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫാമിലിയുടെ റിയാലിറ്റിയുമായിട്ട് അലൈൻ ചെയ്യാത്ത ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. Janu is a very proud child. When her wealthy father, who has remarried, show up to school and gives her a gift, a doll, she feels her peace is killed. അതായത് ജാനുവിൻ്റെ അമ്മ സിംഗിൾ പാരൻ്റ് ആണ്. അപ്പോൾ ജാനുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു വെൽത്തിയാണ്, റീമാരീഡ് ആണ്. അപ്പോൾ ഈ ജാനുവിനെ കാണാൻ സ്കൂളിലേക്ക് വരാറുണ്ട്. അവൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്, ഡോള് തുടങ്ങിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് അവളെ സംബന്ധിച്ചിടത്തോളം അവളെ സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. If he gives money or expensive gift, she immediately gives them to the sweeper's daughter or puts them in the temple collection box. അപ്പോൾ അവൾക്ക് അച്ഛൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മണിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവൾ സ്കൂളിലെ സ്വീപ്പറിൻ്റെ ഡോട്ടർക്ക്, അവിടെ അടിച്ചു വാരുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ മകൾക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ടെമ്പിൾ കളക്ഷൻ ബോക്സിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യാറ്. This shows her reluctance to accept money that hasn't been earned and her deep sense of self-respect. അതായത് ഇതൊക്കെ കാണിക്കുന്നത് അവൾ അധ്വാനിക്കാത്തൊരു പണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനോടുള്ള ഒരു റിലക്റ്റൻസ്, മടിയാണ് കാണിക്കുന്നത്. അതുപോലെ അവൾക്ക് ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു കുട്ടി കൂടിയാണ്. അതൊക്കെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Despite Janu's anxieties, her mother finds a consoling thought in the fact that Janu is not like others who would cheat anyone and make money. അതുപോലെ ജാനുവിൻ്റെ ആങ്സൈറ്റീസിന് പുറമേ അമ്മ
ഒരു കൺസോളിങ് തോട്ട്, അമ്മയുടെ ഉള്ളിലൊരു ചിന്ത എന്ന് വെച്ചാൽ ജാനു മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവരെ ചീറ്റ് ചെയ്തുകൊണ്ട് പണമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. ഷീ നോസ് ദാറ്റ് ജാനു വെൻ മണി ഇസ് നീഡഡ് മസ്റ്റ് ഹാവ് മണി ബിഫോർ ഹെർ ഐസ് വിത്തിൻ ഹെർ റീച്ച്. അവൾക്കറിയാം ജാനുവിന് പണം ആവശ്യമുള്ളപ്പോൾ, പണം ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവളുടെ അവൾക്ക് കാണാൻ കഴിയണം പണം എവിടെയെന്ന്. അതുപോലെ അവൾക്ക് എത്താൻ കഴിയണം, അവളുടെ കൈകൾക്കുള്ളിൽ എത്താൻ കഴിയുന്ന അടുത്ത് പണം വേണം എന്ന് അമ്മക്കറിയാം. The story contrasts Janu's imaginative big dreams of quick riches and fame with the very real pressures of poverty and her mother's desire for her to focus on studies to secure a stable future. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് ആണ്. ജാനുവിൻ്റെ ഇമാജിനേറ്റീവ് ബിഗ് ഡ്രീംസ് ഒരു ഭാഗത്ത്, അതായത് ബെറ്റർ ഫ്യൂച്ചർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തൻ്റെ ഫാമിലിയിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, പോവർട്ടി, ഇതൊക്കെ ഒരു ഭാഗത്ത്. ഇതിനിടയിൽ അമ്മ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മകളുടെ സ്റ്റഡീസ്, മകളുടെ ഒരു ഫ്യൂച്ചർ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്.